നമസ്കാരം. സങ്കീർണമായ രോഗവിവരങ്ങൾ കണ്ടെത്തുന്നതിൽ മനുഷ്യ ഡോക്ടർമാരെക്കാൾ പ്രാഗൽഭ്യം തെളിയിക്കുന്നത് നിർമ്മിത ബുദ്ധിയിലൂടെയാണ് എന്ന വെളിപ്പെടുത്തലുമായി ആഗോള ഭീമനായ മൈക്രോസോഫ്റ്റ് രംഗത്തെത്തിയിരിക്കുകയാണ്. മനുഷ്യ ഡോക്ടർമാരെക്കാൾ വളരെ കൃത്യതയോടുകൂടി തന്നെ ഈ AI സോഫ്റ്റ്വെയർ കൃത്യമായി എല്ലാം കണ്ടെത്തി നമ്മുടെ രോഗവിവരങ്ങൾ വെളിപ്പെടുത്തുക മാത്രമല്ല, ഇത് എന്തൊക്കെ ചികിത്സ വേണം എന്നുള്ള കാര്യത്തിലുമൊക്കെ തന്നെ തീരുമാനമെടുക്കാൻ ഇതിന് കഴിയും എന്നാണ് അവരിപ്പോൾ അവകാശപ്പെടുന്നത്. അവരുടെ ഇതിനുവേണ്ടിയുള്ള പ്രത്യേക വിഭാഗത്തിൻ്റെ തലവൻ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സുപ്രധാനമായ വസ്തുത പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇത് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ നമുക്ക് മനുഷ്യ ഡോക്ടർമാരുടെ ആവശ്യമില്ല എന്നും, ഇത് ഒരു ഡോക്ടർമാരുടെ പാനൽ പോലെ, ഒരു രോഗിക്ക് പോലും ഒരു വലിയ ഡോക്ടർമാരുടെ പാനൽ ഒരു ചികിത്സ നിശ്ചയിക്കുന്നത് പോലെ ഒരു AI സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് രോഗിക്ക് ചികിത്സ നിശ്ചയിക്കാനും എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കാനും എല്ലാം ഈ AI സംവിധാനത്തിന് കഴിയും എന്നാണ് അവർ ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഇവരുടെ ഈ വിഭാഗത്തിൻ്റെ ചുമതല വഹിക്കുന്ന മുസ്തഫ സുലൈമാൻ ആണ് ഇപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം പുറത്തുവിട്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായ ഒന്ന്, ചില രോഗികളുടെ രോഗനിർണയവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 10 രോഗികളെ ഈ മനുഷ്യ ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ അതിൽ 2 രോഗികളുടെ രോഗനിർണയം മാത്രമാണ് കൃത്യമായിരുന്നത്. അതേസമയം AI ഉപയോഗിച്ച് ഈ 10 രോഗികളെ പരിശോധിച്ചപ്പോൾ അതിൽ 8ഉം ആ പരീക്ഷണം വിജയമായിരുന്നു. കാരണം AI സംവിധാനത്തിന് ഇവരുടെ പ്രശ്നം എന്താണ് എന്നും ഇവർക്ക് എന്തൊക്കെ ചികിത്സകളാണ് നൽകേണ്ടത് എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഒരാൾക്കൊരു അസുഖമായി ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ എന്തൊക്കെ പരിശോധനകളാണ് നടത്തേണ്ടത് എന്നുള്ളത് AI സംവിധാനത്തിന് വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ പറയാൻ കഴിയും എന്നുള്ളതാണ്. ഒരു മനുഷ്യ ഡോക്ടർക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിന് പല നിഗമനങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു രോഗത്തിന് ആ രോഗത്തിൻ്റെ പ്രത്യേക പരിശോധന നടത്തുമ്പോഴായിരിക്കും അറിയുന്നത് ഇത് അതെല്ലാം മറ്റൊരു രോഗമാണ്. പിന്നെ നമ്മൾ വീണ്ടും ഈ രോഗി ആ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടി വരും. ഇത് പലപ്പോഴും നമ്മുടെയൊക്കെ തന്നെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു അസുഖത്തിന് ഡോക്ടറെ സമീപിച്ച് കുറച്ച് ദിവസം ചികിത്സിക്കുമ്പോഴായിരിക്കും ഡോക്ടർ പറയുന്നത് ഇതെനിക്ക് ആ രോഗമാണോ എന്നിപ്പോൾ ഒരു സംശയമുണ്ട്, നമുക്കതുകൊണ്ട് മറ്റൊരു രോഗത്തെക്കുറിച്ച് കൂടി ഒന്ന് നിർണ്ണയം നടത്താം. അപ്പോൾ അതിനുവേണ്ടി ഒരുപക്ഷെ നമ്മൾ CT സ്കാനിങ്ങോ അതല്ലെങ്കിൽ MRI സ്കാനിങ്ങോ നടത്തുമ്പോൾ, അല്ലെങ്കിൽ വലിയ വലിയ പരിശോധന നടത്തുമ്പോൾ തന്നെ ഒരുപാട് പണം നമുക്ക് കയ്യിൽ നിന്ന് ചിലവാകും. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഈ AI സംവിധാനത്തിന് കഴിയുമെന്നാണ്. കാരണം AI സംവിധാനം ഒരു പാനൽ ഡോക്ടർമാരുടെ എന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രോഗി അവരുടെ അടുത്തെത്തി കഴിയുമ്പോൾ തന്നെ വളരെ അവധാനതയോടുകൂടി ഇതെന്താണ് രോഗമെന്നും ഇത് എന്ത് ചികിത്സ വേണമെന്നും നിശ്ചയിച്ചതോടുകൂടി പെട്ടെന്ന് തന്നെ ചികിത്സ നടത്താനും ആ രോഗിക്ക് ഒരുപക്ഷെ അയാൾ ആരോഗ്യം വീണ്ടെടുക്കാനും ഒക്കെ വളരെ കുറച്ച് സമയം മതി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യനായ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്തയ്ക്ക് ഒരു പരിധിയുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രാഗൽഭ്യത്തിനൊക്കെ തന്നെ ഒരു പരിധിയുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞ് ചിലപ്പോൾ അവർക്കത് രോഗം ഏതാണെന്ന് മനസ്സിലായാൽ, ചിലപ്പോൾ അത് വെളിപ്പെടുത്തിയില്ലെങ്കിൽ അത് കൂടുതൽ ദുരന്തങ്ങളിലേക്ക് എത്തും. പലപ്പോഴും ക്യാൻസർ ചികിത്സയിലൊക്കെ ഇത് സംഭവിക്കാറുള്ളതാണ്. ക്യാൻസർ ആണെന്ന് ആദ്യഘട്ടങ്ങളിൽ മനസ്സിലാക്കാതെ മറ്റു രോഗങ്ങൾക്കായി ചികിത്സിക്കുക, ഏറ്റവും ഒടുവിൽ ഇത് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയപ്പെടുന്ന സന്ദർഭത്തിൽ ഇത് ശരീരം മുഴുവൻ പടർന്നിരിക്കും. പിന്നെ രോഗിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയും എത്തിയിരിക്കും. പക്ഷേ ഈ AI സംവിധാനം ഉപയോഗിച്ച് ഇത്തരം നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്നത് വളരെ കൃത്യമായ മറുപടി തന്നെയായിരിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ ഉദാഹരണം വരെ ചൂണ്ടിക്കാട്ടുന്ന ഒരു വ്യക്തി അയാൾക്ക് കടുത്ത ചുമയും പനിയുമായി ഡോക്ടറെ സമീപിച്ചാൽ അവർ ഒരുപക്ഷെ ആദ്യം ഇത് ന്യൂമോണിയ ആണോ എന്ന് സംശയിക്കുകയില്ല. പക്ഷേ AI സംബന്ധിച്ച് ആദ്യം അവർ ആവശ്യപ്പെടുക നിങ്ങൾ അടിയന്തരമായി നിങ്ങളുടെ രക്തവും മറ്റും പരിശോധിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് ന്യൂമോണിയ ആണോ എന്ന് ഒറ്റ നോട്ടത്തിൽ ഈ AI സംവിധാനത്തിന് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ മൈക്രോസോഫ്റ്റിലെ ഈ വിദഗ്ധന്മാർ അവകാശപ്പെടുന്നത്. മെഡിക്കൽ സൂപ്പർ ഇൻ്റലിജൻസിലേക്കുള്ള മാറ്റം എന്നാണ് ഇപ്പോൾ ഈ മൈക്രോസോഫ്റ്റ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഒരാൾ ഒരു സൂപ്പർ ഹ്യൂമൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അയാൾ അസാമാന്യമായ കഴിവുള്ള ആളെന്നുള്ളത്. അതുപോലെ ഇപ്പോൾ ഈ മെഡിക്കൽ രംഗത്തുള്ള AI സംവിധാനവും ഒരു സൂപ്പർ സംവിധാനമാണ് എന്നാണ് മൈക്രോസോഫ്റ്റ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഡയഗ്നോസ്റ്റിക് ഓർക്കസ്ട്രേറ്റർ എന്നാണ് ഈ ഒരു AI സംവിധാനത്തിന് അവർ പേരിട്ടിരിക്കുന്നത്. അതിൽ 10 വർഷത്തിനകം, അത്രയും പോലും സമയം വേണ്ട എന്നാണ് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് പറയുന്നത്, ഇത് പൂർണ്ണ സജ്ജമാകുമെന്നും നമ്മുടെ നാട്ടിലെ ആശുപത്രികളിലൊക്കെ തന്നെ ഈ സംവിധാനം ഏർപ്പെടുത്തുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് രോഗനിർണയം നടത്താനും ഇതിനുള്ള ചികിത്സ ചെയ്യാനും ഒക്കെ തന്നെ ഈ AI സംവിധാനം ഉപയോഗിക്കപ്പെടുമെന്നും, അങ്ങനെ നമ്മുടെ ഭാവി കൂടുതൽ ശോഭനമായിരിക്കാൻ ഈ AI സാങ്കേതികവിദ്യ നമ്മെ ഏറെ സഹായിക്കും എന്നാണ് മൈക്രോസോഫ്റ്റ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്.